ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അബ്രോഡ് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെയുള്ള മലയാളി സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയൻ, ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ, എല്ലാ കാര്യങ്ങളും അവരുടെ റിവ്യൂസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നോക്കാം. എങ്ങനെയുണ്ട് പൊതുവെ കോളേജിൻ്റെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ? ഇപ്പോഴത്തെ ക്ലാസ് ടൈമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സൊക്കെ ഇംഗ്ലീഷ് പ്രോപ്പറാണ്? ഈ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പനിയോ അങ്ങനെ? FMG ട്രെയിനിങ് ഉണ്ട് ഇവിടെ ബുഖാറയിൽ. ക്ലിനിക്കൽസിൻ്റെ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് രോഗീനെ ടച്ച് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഈ വെക്കേഷൻ്റെ സമയത്ത് നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ള ഉണ്ടോ? എഡ്യൂക്കേഷൻ എങ്ങനെ തോന്നിയിട്ടുള്ളത്? ഇവിടെ ക്ലിനിക്കൽസ് കിട്ടി തുടങ്ങിയ ബുഖാറ സജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അവിടെ? എങ്ങനെയുണ്ട് പൊതുവെ കോളേജിന്റെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ? ഇപ്പൊ പുതിയ ക്യാമ്പസ് ഓപ്പൺ ചെയ്തുകൊണ്ട് ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. ആദ്യത്തെ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, ഇപ്പം റിനോവേറ്റ് ചെയ്ത് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയായിരുന്നു? അവിടെയാണ്. ഫംഗ്ഷണൽ അല്ല ഇപ്പൊ ഇല്ല അവിടെ? ഇപ്പൊ ഉണ്ട്, അങ്ങോട്ട് എടുക്കാറുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBBS മാത്രമല്ല വേറെ കുറെ കോഴ്സ് ഉണ്ടല്ലോ. കോഴ്സുകളുണ്ട്. ഏതൊക്കെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്? ഡെർമറ്റോളജി, പീഡിയാട്രിക്സ്, അങ്ങനെ ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. MD അത് കൂടുതൽ ഇവിടുത്തെ ആൾക്കാരാണ് എടുക്കുന്നത്. അതെ അതെ, ഇന്ത്യയിൽ വാലിഡ് അല്ലല്ലോ. ഇന്ത്യയിൽ പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. ഓൾമോസ്റ്റ് 100ഓളം കുട്ടികൾ നിങ്ങളുടെ ബാച്ചിൽ തന്നെ ഉണ്ട്, മലയാളികൾ. ഓക്കെ, ഓൾമോസ്റ്റ് 1000ഓളം കുട്ടികൾ ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, വേറെ 5th ഇയറിലും 4th ഇയറിലൊക്കെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടോ? ഉണ്ട്, 4th ഇയർ ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഉക്രൈനിൽ നിന്ന് വന്നതുണ്ട്. ഓക്കെ, ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ടോ? ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് കോളേജ് പോലെ ഇങ്ങനെ ഫുൾ ഫ്രീഡം ഒന്നുമല്ല. അവർക്ക് എല്ലാം പെർമിഷൻ വേണം. ഒരു പ്രോഗ്രാം ഒക്കെ ആണെങ്കിലും അത് ഇപ്പോഴും യൂണിവേഴ്സിറ്റിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ വളരെ കുറവാണ്. അവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. യൂണിവേഴ്സിറ്റിയിൽ 2 പോലീസ് ഉണ്ടല്ലേ? സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി 2 പോലീസിനെ വെച്ചിട്ടുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയും എനിക്ക് തോന്നുന്നു ഇവരൊരു പോലീസിനെ വെക്കണമെന്ന് തോന്നുന്നു, ഇവർക്കായിട്ട് സ്റ്റുഡൻസിനായിട്ട് ഒരു പോലീസിനെ. ഈ ഇടയ്ക്ക് നമുക്കൊരു ഇതുണ്ടായിരുന്നു, അവർ വന്ന് ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, അവയർനെസ് തരും. അതായത് ഇപ്പൊ ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇപ്പൊ ടാക്സി ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. നമ്മളിപ്പോ ലോക്കൽസ് ഉസ്ബെക്ക് സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് വിഷയങ്ങൾ അറിയില്ലല്ലോ, അപ്പൊ അതൊക്കെ ഇംഗ്ലീഷിൽ വന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ ഫസ്റ്റ് ഉസ്ബെക്കിസ്ഥാനായിരുന്നു ചൂസ് ചെയ്ത് പഠിക്കാൻ? ഞാൻ ആക്ച്വലി ഫസ്റ്റ് നോക്കിയിരുന്നത് ജോർജിയൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരും സെലക്ട് ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്, സോ അവിടെയാണ് ഇപ്പം നല്ല ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ എന്തുകൊണ്ടാണ് ബുഖാറ സ്റ്റേറ്റ് എടുത്തത്? എൻ്റെ ബ്രദറിന്റെ ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞു ഇതാണ് നല്ല യൂണിവേഴ്സിറ്റി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. എഡ്യൂക്കേഷൻ എങ്ങനെ തോന്നിയിട്ടുള്ളത് ഇവിടെ? അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നി. ഫ്രണ്ട്സിനോടൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആൻറ്റിസിനിലൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് അനാട്ടമി ഫസ്റ്റ് ഇയർ ആണ്, പക്ഷെ അവരുടെ ടീച്ചേഴ്സ് ഒന്നും പോരാ, അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ കുറേ അൺനെസസറി സബ്ജക്ട്സ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല, അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫിസിയോളജി, അനാട്ടമി ഒക്കെ അത്യാവശ്യം നല്ല ടീച്ചേഴ്സ് തന്നെ എടുത്തിരുന്നത്. സബ്ജക്ട്സ് ഒക്കെ ക്ലാസ്സിലൊക്കെ നല്ല രീതിക്ക് തന്നെ എടുക്കുന്നുണ്ട്. അവർ അത്യാവശ്യം സ്ട്രിക്റ്റും ആണ് ടീച്ചേഴ്സ്. അപ്പൊ നമ്മൾ വൈവൊക്കെ ആണെങ്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട് കഴിയുമ്പോ. എല്ലാ യൂറോപ്യൻ കൺട്രീസിനൊക്കെ പോലെ 90% സെൽഫ് സ്റ്റഡി ആണ്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. നമുക്ക് ലാസ്റ്റ് ഒരു എക്സാം വരുമ്പോഴൊക്കെ നമ്മളിരുന്ന് പഠിക്കുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ പാസ് ആവുകയോ എന്നൊക്കെ അറിയാൻ പറ്റും. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇവിടുത്തെ ക്ലാസ് ടൈമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഇപ്പൊ രാവിലെ 8:30 ക്ലാസ് തുടങ്ങിയാൽ 5:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഉണ്ടാവുന്നില്ല. ഇടയ്ക്ക് നമുക്ക് 1 hour ഒക്കെ ബ്രേക്ക് കിട്ടും. ഫസ്റ്റ് ഇയർ മുതൽ അങ്ങനെയാണ്, 8:30 to 5:30. അങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ് അല്ല, ഓരോ പേയേഴ്സ് ആണ്. അപ്പൊ ഡോക്ടേഴ്സ്, ഇപ്പൊ നമ്മുടെ സാർമാർക്ക് ടൈം പോലെയാണ് പെയർ അറേഞ്ച് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ 2 പേരൊക്കെ ഫ്രീ ഉണ്ടാവും. ഫാർമക്കോളജി എങ്ങനെയുണ്ട് ഇവിടെ ക്ലാസ്? ഫാർമക്കോളജി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാസ് ആണ്. അത്യാവശ്യം ഇംഗ്ലീഷ് ഓക്കെ. മെഡിസിന്റെ ടേംസ് ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ? ഒത്തിരി ടേംസ് ഉണ്ട്. ഓക്കെ, ഫാർമക്കോളജി അല്ലാതെ വേറെ ഏതാണ് നല്ല രീതിയിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ നല്ല രീതിയിൽ അനാട്ടമി
അടിപൊളിയാണ്. നിങ്ങൾ ടാബ്ലറ്റിലാണ് നോട്ട്സ് എടുക്കാറ് അല്ലെങ്കിൽ നോട്ടിൽ തന്നെയാണ്? നോട്ടിലെടുക്കാറ്. നോട്ടിൽ തന്നെയാണ്. പിന്നെ PDF ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ടാബ് യൂസ് ചെയ്യാറുണ്ട്. FMG ട്രെയിനിങ് ഉണ്ട് അവിടെ? ഞങ്ങളുടെ സീനിയേഴ്സിന് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഇന്ത്യയിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു, ഫാക്കൽറ്റീസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് FMG ക്ലാസ്സസ് റിവൈസ് ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഇയറിനുള്ള അനാട്ടമി, ഫിസിയോളജി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ടീച്ചേഴ്സൊക്കെ? ടീച്ചേഴ്സ് കുഴപ്പമൊന്നുമില്ല. ടീച്ചേഴ്സൊക്കെ ഇംഗ്ലീഷ് പ്രോപ്പറാണ്? നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ അത്യാവശ്യം കൺവേ ചെയ്യാൻ പറ്റുന്ന പോലെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. പുറത്ത് പോയി പഠിച്ചവരൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ചില ഇത് കുറച്ച് പക്ഷെ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം വരുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവർ പറയുന്ന നമ്മൾ കുറച്ചൊരു ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി തുടങ്ങും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. പിന്നെ അങ്ങോട്ട് നൈസായിരിക്കും. ഏത് സബ്ജക്റ്റ് ഇഷ്ടം ഇവിടെ? ENT സാർ അടിപൊളിയാണ്. അപ്പൊ ഇവിടെ ലാറ്റിനിലൊക്കെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാ? ലാറ്റിൻ കിട്ടും, ഉസ്ബക്ക് കിട്ടും. നമുക്ക് ആദ്യത്തെ സെമ്മിൽ തന്നെ ലാറ്റിനും ഉസ്ബക്കും നമുക്ക് കിട്ടും. ഞാൻ ലാംഗ്വേജസ് ആണ് ഉദ്ദേശിച്ചത്. ലെക്ചറിന് പോവുകയാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സ് നമുക്കെല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്യാം. അപ്പൊ പ്രാക്ടിക്കലിന് ചെല്ലുമ്പോഴത്തേക്കും ചില ടീച്ചേഴ്സ് പറയും നമ്മൾ, കാരണം നിങ്ങൾ ലാറ്റിനി പറയണം ആൻസേഴ്സ് എന്നൊക്കെ. ആ ടൈമിലൊക്കെ നമുക്ക് ഇച്ചിരി പാടായിരിക്കും, കാരണം ഒന്നും അറിയാതെ വന്നിട്ട് പെട്ടെന്ന്. നിങ്ങൾ ലൈബ്രറി ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? എല്ലാ സമയത്തും യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഹോസ്റ്റലിലും ലൈബ്രറി അവൈലബിൾ ആണ്. നമുക്ക് ഹോസ്റ്റലിലുള്ളപ്പോൾ അതാണ് കൂടുതൽ നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള ടൈമിൽ നമുക്ക് ഇവിടെ വന്നിട്ടാണ് ബുക്സിന് വേണ്ടിയിട്ടാണ് ഈ QR കോഡ്. ഇത് നമുക്കിപ്പോൾ ഏത് ബുക്കാണെങ്കിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ ബുക്ക് സ്കാൻ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. എങ്ങനെയുണ്ട് ക്ലിനിക്കൽസ്? ഇവിടെ ക്ലിനിക്കൽസ് കിട്ടി തുടങ്ങിയ? ക്ലിനിക്കൽസ് ഫസ്റ്റ് ഇയർ തൊട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ തേർഡ് ഇയറിൽ പോസ്റ്റിംഗ് ഉണ്ട്. ക്ലിനിക്കൽസ് വരുന്ന സമയത്ത് എത്ര ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവാറ്? നമ്മുടെ ഒരു ബാച്ച് എന്ന് പറയുന്നത് മാക്സിമം 15 ആണ്. 15 ഒന്നും വരില്ല, നോർമലി ഒരു 12 അത്രയൊക്കെ സ്റ്റുഡൻസ് വരുള്ളൂ. അതിലൊരു ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ക്ലിനിക്കൽ. ഇപ്പം ലെക്ചർ ആണെങ്കിൽ ഇപ്പം നമ്മുടെ എല്ലാ ബാച്ചും കമ്പൈൻഡ് ആയിട്ടായിരിക്കും ലെക്ചർ ഉണ്ടാവുക. പ്രാക്ടിക്കൽ നമ്മൾ ഓരോരോ ബാച്ച് സിംഗിൾസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽസിലായിരിക്കില്ല കൂടുതലായിട്ടുണ്ടാവുക? ഹോസ്പിറ്റൽ വേറെ ടാക്സി പിടിച്ചു പോകണം. ഇപ്പൊ സർജറിക്കും എല്ലാത്തിനും അങ്ങനെയാണ്. പിന്നെ ഗവൺമെന്റിന്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽസിന് നിങ്ങൾ ഹോസ്പിറ്റലിൽ വേറെ പോയി സെക്ഷൻ അങ്ങനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. രാത്രി നമുക്ക് പ്രാക്ടിക്കൽസിന് പോകാൻ പറ്റും, പക്ഷെ അത് വേറെ ഹോസ്പിറ്റൽസിലാണ്. അതായത് ക്ലിനിക്കൽസിന്റെ ദിവസം അന്ന് ഫുൾ ഹോസ്പിറ്റലിലാണ്? അങ്ങനെയല്ല, പേര് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ ക്ലാസ് ഡോക്ടർ ക്ലാസ് എടുക്കുന്നു. ഹോസ്പിറ്റലിൽ തന്നെയാണ് ക്ലാസ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല? ഇല്ല. എത്ര ദൂരമുണ്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക്? ഓരോ ഹോസ്പിറ്റലിൽ ഇപ്പോൾ STD ആണെങ്കിൽ ഇവിടെ അടുത്താണ്, നടന്നു പോയാൽ മതി. ഇവിടെ ബുഖാറയിൽ ക്ലിനിക്കൽസിന്റെ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് രോഗീനെ ടച്ച് ചെയ്യാനൊക്കെ പറ്റും? നിങ്ങൾ CPR അല്ലെങ്കിൽ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? എല്ലാം ചെക്ക് ചെയ്യാം. നമ്മൾ ടീച്ചേഴ്സ് ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് അവർ ഒഴിവിനനുസരിച്ചിട്ട് അങ്ങനെ പോകാം. നമുക്ക് ലൈവ് ലേബേഴ്സ് ഒക്കെ കാണാൻ എനിക്ക് ചാൻസ് കിട്ടി. പിന്നെ ഇപ്പോൾ സർജറി ക്ലാസ് ഒക്കെ ആണെങ്കിലും സർജറി ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് വല്ല സർജറി ഒക്കെ നടക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് നമ്മളോട് പറയും ഇന്ന ടൈമിലുണ്ട്, വന്നാൽ കാണാം. അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഡോക്ടറിനെ? നമുക്ക് നമ്മൾ അവരുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് അപ്പൊ അവരിങ്ങനെ പറഞ്ഞു തരും എന്താണ് ഡിസീസ് എന്നും, ലൈക്ക് ECG ഒക്കെ കാണിച്ചു തരും ചെയ്യുന്നത്. പിന്നെ എല്ലാം ചെയ്യാൻ, പൾസ് റേറ്റ് നോക്ക്, ഇഞ്ചക്ഷൻ അതൊക്കെ ചെയ്ത് കാണിച്ചു തരും. നമുക്ക് ചെയ്യാൻ പറ്റും ഇഞ്ചക്ഷൻ ഒക്കെ? ഇഞ്ചക്ഷൻ ഒക്കെ ചെറിയൊരു പേടി ഉണ്ടാവും നമ്മള്, ബട്ട് ഓക്കെയാണ്. ഏറ്റവും കൂടുതൽ രോഗികളെ ഞങ്ങളുടെ ഇവിടെ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാല് കട്ട് ചെയ്യുന്നതും കട്ട് ചെയ്ത് കളയും. വന്നിട്ട് ക്ലിനിക്കൽസിൽ പോയ സമയത്ത് അധികം ആൾക്കാരുടെ വയറ് അതേപോലെ തന്നെ കാലൊക്കെ ഷുഗറിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേറെ ഉള്ളത്? സ്പോർട്സ് റിലേറ്റഡ് കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ ബോയ്സ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ മറ്റേ ഇന്റർനെറ്റ് കോട്ട്, ഡാൻസ് അങ്ങനത്തെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കേഷനിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡ്രാമാസോ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഇങ്ങനെ കോമ്പൗണ്ടഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ തന്നെ ഹോസ്റ്റൽ ഉള്ളത് ഞാൻ അധികം കണ്ടിട്ടില്ല. ബുഖാറയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടേക്കുന്നത്. ഇവിടെ എല്ലാം കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ?
ക്ലാസ്സിലൊക്കെ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റും. ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റല് വൈബാണോ എന്ന് ചോദിച്ചാൽ വൈബാണ്. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നീറ്റ് ഇവർ തന്നെ ക്ലീൻ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യും. ഇവർ തന്നെ ക്ലീൻ ചെയ്ത് തരും? റൂമും ക്ലീൻ ചെയ്ത് തരും? റൂമില്ല, ബാക്കി ഫ്ലോർ, കിച്ചൺ എല്ലാം ക്ലീൻ എല്ലാം ക്ലീൻ ചെയ്ത് തരും. നമ്മൾ പറഞ്ഞാൽ അവർ ഒപ്പമാരെ ക്ലീൻ ചെയ്ത് തരും. അവർക്ക് എമൗണ്ട് കൊടുത്താൽ. ഓക്കെ. നിങ്ങൾ എന്തുകൊണ്ട് പുറത്തെ അപ്പാർട്ട്മെന്റ് എടുക്കാത്തത്? പുറത്ത് പോയാൽ നമ്മളാണെങ്കിൽ നമ്മുടെ ഒരു 4 പേരെന്നുള്ള ഒരു രീതിയിൽ അങ്ങ് നിൽക്കും. പക്ഷെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ സീനിയേഴ്സ്, ജൂനിയേഴ്സ്, പിന്നെ നമ്മുടെ തന്നെ ബാച്ചിലെല്ലാവരും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമുക്ക് വേണ്ടി ഓടി വരാൻ ഒരുപാട് പേര് കാണിയൊക്കെ ചെയ്യും. സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ. എങ്ങനെയാണത്? അങ്ങനല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ പറയുമ്പം സീനിയേഴ്സ് ആണ് നമ്മൾ, ജൂനിയേഴ്സ് ആണ് നമ്മളെന്ന് പറയുന്നത് ഒരു സംഭവം. അല്ലാതെ ഡിഫറൻസ് ആയിട്ടൊന്നും ഇല്ല, എല്ലാവരും ഒരുപോലെ. കാരണം ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം വരുന്ന ടൈമിൽ എനിക്ക് പനി അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് സീനിയേഴ്സ് ആയിരുന്നു ഓടി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും അല്ല ഇപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാലും അവരൊക്കെ തന്നെയാണ് ഓടി വരുന്നത്. ഫ്രണ്ട്സ് ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും? നല്ല കമ്പനിയാണ്, അടിപൊളിയാണ്. ഇവിടെ ഫുഡൊക്കെ എങ്ങനെ സെൽഫ് കുക്കിംഗ് ആണ്? സെൽഫ് കുക്കിംഗ് അല്ല, മെസ്സ് എടുക്കുന്നുണ്ടായിരുന്നു, സെൽഫ് കുക്കിംഗ് ഉണ്ട്. ഓക്കെ. ഏതാണ് നിങ്ങളുടെ ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? കാരണം ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഇപ്പം നമുക്ക് ക്ലാസ് ഒക്കെ നടക്കുന്ന ടൈമിലാണെങ്കിൽ സെൽഫ് കുക്കിംഗ് ഒക്കെ ഇച്ചിരി പാടാണ്. കാരണം എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഇത്ര കാർഡ് അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത്ര ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്കും കുക്കിങ്ങും ഇതുകൂടി ചേർന്ന് പോവില്ല. അപ്പം പിന്നെ മെസ്സ് എടുക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ ബെറ്റർ മെസ്സ് തന്നെയാണ്. അപ്പോൾ മെസ്സിൽ ഈ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടാറുണ്ടോ? കേരള ഫുഡിൽ എങ്ങനെയുണ്ട് ഫുഡ്? നല്ല. രാവിലെ ലൈക്ക് ബർഗർ, നൂഡിൽസ് അങ്ങനെയുള്ളതൊക്കെ. ഉച്ചയ്ക്ക് എപ്പോഴും വെജ് ആയിരിക്കും. പിന്നെ നൈറ്റ് നോൺ വെജ്. നോൺ വെജ് ആണ് എല്ലാ ദിവസവും? നൈറ്റും നോൺ വെജ് ആണ്. എന്തുണ്ടാവും നോൺ വെജിൽ? ചിക്കൻ മധൂത്, ലൈക്ക് മന്തി റൈസ് അങ്ങനെ ഉണ്ടാവും. ഓരോ ദിവസം വെറൈറ്റി ആയിരിക്കും. ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും? ഓക്കെയാണ്. അതൊക്കെ നല്ല സെറ്റ് ഫുഡാണ് അവർ. അടിപൊളിയാണ്. ഉസ്ബെക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഇവിടുത്തെ മെയിൻ പുലാവാണ് മെയിൻ ഫുഡ്, ഇവിടുത്തെ നാഷണൽ ഫുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടം പജർക്ക. നമ്മൾ എവിടെ പോയാലും പജർക്കയൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ചിക്കൻ ഫില്ലറ്റ്. പിന്നെ ഇവിടെ ലെഗ്മൻ ഉണ്ട്. പിന്നെ സോംസ ഇഷ്ടമാണ്? കുഴപ്പമില്ല. അധികം നമ്മുടെ നാട്ടിലെ പോലെ സ്പൈസസ് ഒന്നുമില്ല. സ്വീറ്റ് ആയിട്ട് പേസ്ട്രീസ് അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ മെയിൻ. അതൊക്കെ സ്പൈസ് കഴിക്കാൻ സ്പൈസ് ഇവിടെ ഉള്ളവർക്ക് സ്പൈസസ് വരില്ല. അപ്പോൾ നമ്മുടെ ഫുഡിന് കൊടുക്കുമ്പോൾ ഒരു പറയാം കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ ഒരു ഹോട്ടലിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ദാബ, അത് ഇവിടെ ഹൈദരാബാദി ബിരിയാണി. എന്തായിരുന്നു പേര്? ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട്. അതെ. അല്ലാണ്ട് ഇവിടുത്തെ ഷോപ്പിലൊന്നും അങ്ങനെ സ്പൈസ് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ പറയലാണ് എക്സ്ട്രാ സ്പൈസ് ആഡ് ചെയ്യാൻ. അധികം പേസ്ട്രീസ് ആണ് ഫുഡ് അങ്ങനെ ഉണ്ടാവുക. അതിലാണ് കൂടുതൽ ഡെസേർട്സ്. ഓക്കെ. ഇവിടെ പുറത്തുനിന്ന് കഴിക്കുന്ന മെയിനായിട്ട് പുറത്തുനിന്ന് കഴിക്കാറുള്ള ഹോട്ടലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സൗത്തോ പിന്നെ മിനോർ മോളുകളിലൊക്കെ. ഇവിടെ നിങ്ങൾക്ക് നാട്ടിലുള്ളത് ഇവിടെ കിട്ടാത്തതായിട്ട് തോന്നിയ സാധനം എന്താ? നല്ല അരി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അരി എങ്ങനത്തെയാ? ഒരു സ്റ്റിക്കി റൈസ് പോലത്തെ റൈസ്. പിന്നെ ബസ്മതി റൈസും കിട്ടുന്നുണ്ട്. മസാല ഐറ്റംസ് ഉസ്ബെക്കിസ്ഥാൻ ശരിക്കും ചീപ്പാണോ? സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ നമ്മൾ എന്ത് മേടിക്കാൻ പോയാലും നല്ല റേറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഇവിടെ വരുന്നുണ്ടോ? വേറെ എക്സ്പെൻസ് പിന്നെ ടാക്സി, നമ്മൾ ക്ലാസ് പോയി വരുമ്പോൾ ടാക്സി, ആ ഒരു ടാക്സി ആണോ? ബസ്, പബ്ലിക് ബസ് അവൈലബിൾ ആണ്. ഓക്കെ. ഏതാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട്? കുറച്ചുകൂടി ചീപ്പായിട്ട്. ബുക്കാറ എവിടെ നമ്മൾ പോയാലും ബുക്കാറയ്ക്കകത്ത് 1500. അപ്പൊ നമുക്ക് സമയത്ത് ബസ് ഉണ്ടാവും ഇവിടെ? നേരത്തെ ടാക്സിയും ബസ്സും എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ടൈമിൽ എത്തണമെങ്കിൽ ടാക്സി തന്നെ എടുക്കണം. 4 പേരൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ടാക്സി ആണെങ്കിൽ? 4 പേരൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ബസ്സിന്റെ അതേ റേറ്റ് തന്നെയാണ്. ഓക്കെ. ഇപ്പൊ സെൽഫ് കുക്കിങ്ങിന്റെ സമയത്തൊക്കെ സെൽഫ് കുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ? സെൽഫ് കുക്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെസ്സ് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് സെൽഫ് കുക്കിംഗ് ആയിരിക്കും. പക്ഷെ ഒരാളായിട്ട് ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് പാടായിരിക്കും. പിന്നെ ഒരു 2-3 പേരൊക്കെ ചേർന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചീപ്പായിട്ട്. മന്ത്ലി എത്രയാണ് ഇത് വരുന്നത്? $120 ആണ്. അപ്പൊ സെൽഫ് കുക്ക് ചെയ്യുമ്പോൾ എത്ര എക്സ്പെൻസ് വരാറ്? നിങ്ങൾ രണ്ടുപേരും മെസ് തന്നെയാണ്? ഞാൻ മെസ്സായിരുന്നു. ഈ ഇയർ തൊട്ട് സെൽഫ് കുക്കിംഗ് ആണ്. അപ്പൊ സെൽഫ് കുക്കിങ്ങിൽ എത്ര എക്സ്പെൻസ് വരാറുണ്ട് അപ്രോക്സ്? ഫുഡ് പ്ലസ് എൻ്റെ എക്സ്പെൻസ് മൊത്തം $120 ഒതുങ്ങും. ഓക്കെ. നിങ്ങളൊരു ഒപ്പീനിയനിൽ ഇവിടെ സാധനങ്ങൾക്ക് വില കൂടുതലാണോ കുറവാണോ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ് നമ്മുടെ നാട്? ചിലത് കൂടുതലാണ്, ചിലത് കുറവാണ്. സമ്മറിൽ അങ്ങനെ ക്ലൈമറ്റും ഡിപ്പെൻഡ് ചെയ്യും. സമ്മറിൽ കുറച്ച് കുറവാണ് അങ്ങനത്തെ. നമ്മൾ ഗ്രോസറീസ് ഒക്കെ കൂടുതലും സീസൺ പോലെ ഇരിക്കും. വെജിറ്റബിൾസ് ഒക്കെ ചില സീസണിൽ ഭയങ്കര ചീപ്പായിരിക്കും നാട്ടിലെക്കാട്ടിലും.
പക്ഷേ ഇപ്പൊ വിന്റർ ഒക്കെ ആയി കഴിയുമ്പോൾ ഡബിൾ ട്രിപ്പിൾ ഒക്കെ ആവും. ഡബിൾ ട്രിപ്പിൾ ഒരു കിലോ ഓറഞ്ച് വേണമെങ്കിൽ നമ്മുടെ ഏകദേശം നാട്ടിൽ നാട്ടിലെ സെയിം 250 രൂപ ആ ഒരു റേറ്റ് തന്നെയാണ്. പക്ഷെ ആണെങ്കിൽ സമ്മറിൽ ഞങ്ങൾ 1 കിലോ തക്കാളി 4000 സോമിന് വാങ്ങിയിട്ടുണ്ട്. 4000 എന്ന് പറയുമ്പോൾ ഒരു 28 രൂപ 30 രൂപ ആ ഒരു റേറ്റിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 28 രൂപയിൽ കുറയൂല. ഇല്ല. അപ്പൊ അതായത് നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ഒരു ഇയറിൽ നോക്കുന്ന സമയത്ത് സെയിം എക്സ്പെൻസ് വരും. ഏകദേശം സെയിം വരും. എന്നാലും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ കുറച്ചുകൂടി നമുക്ക് സാധനങ്ങൾ കിട്ടും. കുറച്ചൊരു എക്സ്പെൻസീവ് കൂടുതലാണെന്ന് തോന്നുന്നത്. കൂടുതലാണെന്നാണ്. പിന്നെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണോ എന്നറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നാറുണ്ട്. വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് എങ്ങനെയായിരുന്നു വന്നത്? ഇങ്ങോട്ട് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ അൽമാട്ടി വഴി കസാക്കിസ്ഥാൻ വഴിയാണ്. ഇപ്പൊ സെപ്റ്റംബർ 22 തൊട്ട് ഇൻഡിഗോ സ്റ്റാർട്ടായി. അത് വന്നതും തൊട്ട് എല്ലാവർക്കും നല്ല ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരാം ഡൽഹി. കാരണം നമുക്ക് ലഗേജിന്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. കാരണം സ്റ്റുഡൻസ് ആകുമ്പോൾ നമ്മൾ വല്ലപ്പോഴും ആണ് നാട്ടിൽ പോയിട്ട് വരുന്നത്. ഇൻഡിഗോയിൽ 30 കിലോ കൊണ്ടുവരാൻ 30 kg. അതുപോലെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് മറ്റേത് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് തന്നെ 15 kg പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻഡിഗോ വന്നിടം തൊട്ട് നമുക്ക് ഡൊമസ്റ്റിക് ടു ഇവിടെ വരെ നമുക്ക് എടുക്കാൻ പറ്റും. സോ അങ്ങനെ ഡയറക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് രണ്ടും 30 kg ആയിട്ട് മാറും. 30 kg ആണ്. ഓക്കെ. കസാക്കിസ്ഥാനിലൂടെ വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ജസ്റ്റ് അവിടെ ഇറങ്ങിയിരുന്നു അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ? നമ്മള് ജസ്റ്റ് എയർപോർട്ടിൽ ഇറങ്ങി എയർപോർട്ടിനകത്ത് തന്നെ. ബട്ട് നല്ല ക്ലൈമറ്റും ആയിരുന്നു. നമ്മൾ ആ ലാൻഡിങ്ങിന്റെ ടൈമിലൊക്കെ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഇപ്പൊ വെക്കേഷൻ എപ്പോ തുടങ്ങിയത്? വെക്കേഷൻ ഞങ്ങൾക്ക് ഈ തേഴ്സ്ഡേ തുടങ്ങി. 7th വെക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ ഈ വെക്കേഷന്റെ സമയത്ത് നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ള ഉണ്ടോ? അങ്ങനെയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റുഡൻസ് ഐ കിട്ടുമല്ലോ. അത് പോയി നാട്ടിൽ നമുക്ക് വർക്ക് ചെയ്യാം, അസിസ്റ്റ് ചെയ്യാം. അത് നല്ലതാണെന്ന് തോന്നുന്നു. കാര്യം ഒരു ലെറ്റർ വാങ്ങിയിട്ട് നമുക്ക് അവിടെ അസിസ്റ്റ് ചെയ്യാം 2 മാസം. കമ്പൽസറി ഇല്ല. താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ടീച്ചേഴ്സ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സുമായിട്ട് കമ്പനി ആവുക. ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ബുഖാറയിൽ ഇവിടെ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കറങ്ങാൻ? ബുഖാറയിൽ ഇവിടെ ലേക്ക് ഉണ്ട്, തുതക്കുൽ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ട്. പിന്നെ നക്ഷബന്ദ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് അതാണ് ഇവിടുത്തെ മെയിൻ. നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ പോയി കണ്ട് വിസിറ്റ് ചെയ്ത് വരാൻ ഒരു 1 ടൈം പോയിട്ട് കാണാൻ ഒരു രസമാണ്. ഇവിടെ ഈ പഴയ ആർക്കിടെക്ചർ തന്നെയാണല്ലോ കൂടുതലുള്ളത്. ഇതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കാണും. ഗവൺമെന്റ് അണ്ടറിലുള്ള സാധനങ്ങളിൽ നമ്മൾ പൈസ കൊടുക്കേണ്ട ഉള്ളിൽ അല്ലേ? ഫ്രീ ആണ്. ഇതിന്റെ അകത്ത് ഇങ്ങനെ പീപ്പിൾ ഓൺ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അവിടെ ചെറിയ പൈസ കൊടുക്കണം. അതെ. ഈ ക്ലൈമറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന പനിയോ അങ്ങനെ? ക്ലൈമറ്റ് മാറിയല്ലോ എന്തായാലും. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു. പിന്നെ അഡാപ്റ്റ് ആയി കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇയർ ആയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അത്രയും തണുപ്പൊന്നും വരൂല. കഴിഞ്ഞ വർഷം ഒരു ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും -22 വരെ വന്നു. ഈ ടൈം ആയപ്പോഴത്തേക്കും ഒരു -14 ആണ് ഏറ്റവും വന്നത്. അതൊറ്റ ഡേ ഉള്ളായിരുന്നു. പിന്നെ പിന്നെ വേറൊന്നും കാര്യങ്ങൾ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് പറയാനായിട്ട് എടുത്തു പറയാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു? എടുത്തു പറയാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാര്, ഇവിടുത്തെ ജനങ്ങൾ നല്ല സ്നേഹമാണ്. അതുപോലെ ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴേ അവർക്കൊരു ഹരം പോലാണ്. സെലിബ്രിറ്റി ആണ് ഇവിടെ വന്നത്. അതെ. ഞാനും ഫിദെ ഒരുമിച്ചായിരുന്നു വരുന്നത്. അപ്പൊ വരുന്ന ടൈമിൽ തന്നെ നമ്മളിപ്പോ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവരാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഓടി വന്ന് നമ്മളിത് കെട്ടിപ്പിടിക്കുക, ഫോട്ടോസ് എടുക്കുക. ഭാഷ അറിയില്ലെങ്കിൽ അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഭാഷ ഇങ്ങനെ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമാണ്. ഇവർ ഇന്ത്യൻ സിനിമ കാണുന്നതുകൊണ്ട് ഇന്ത്യൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ പോലും ചിലപ്പം കേൾക്കാത്ത പാട്ടുകളൊക്കെ ആയിരിക്കും ഇവര് ഹിന്ദി സോങ്സ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് പാടിത്തരും. മെയിൻ ഇവർക്ക് ഡൽഹി, മുംബൈ ഇതൊക്കെ തന്നെയാണ് അറിയുന്നത്. ഉസ്ബെക്കിസ്ഥാൻ എങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്? സേഫ് ആണോ ഉസ്ബെക്കിസ്ഥാൻ? സേഫ് ആണ്. സെക്യൂർ ആണ് പറയുവാണെങ്കിൽ. നല്ല സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് രാത്രി പുറത്ത് പോകണമെങ്കിലൊന്നും അവർക്ക് ഭയങ്കര കാര്യമാണ്. രാത്രി പോകുന്നതിനും പ്രശ്നമില്ല, സേഫ് ആണ്. നമുക്ക് എവിടെ രാത്രി എങ്ങനെയാണെങ്കിൽ ഒറ്റക്ക് പോവാണെങ്കിലും കുഴപ്പമില്ല. 10 മണിക്ക് വരെയാണ് എൻട്രി ഉള്ളത്. ഓക്കെ. അപ്പോൾ രാവിലെ പുറത്ത് പോകുന്നതിന് അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ?
ആ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. ഇപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് പറയാനുണ്ട് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ടോ, അല്ലെങ്കിൽ അതായത് ഇപ്പം നീറ്റ് റിപ്പീറ്റിന് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടാവും, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നീറ്റ് നോക്കിയിട്ട് അബ്രോഡ് വരാം, അങ്ങനെ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അബ്രോഡ് ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വരുന്നതാണ് നല്ലത്. കാര്യം ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. കാരണം 1.5 ലക്ഷം കുട്ടികൾ എഴുതിയിട്ടും 1500 സീറ്റുള്ളൂ. അപ്പോൾ അതായത് 0.2% മാത്രമാണ് നമുക്ക് ചാൻസ് ഉള്ളൂ. അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. അല്ല പിന്നെ അബ്രോഡ് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രശ്നമില്ല വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞ പാട് തന്നെ ചൂസ് ചെയ്യുന്നത്. അബ്രോഡ് എടുത്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? അബ്രോഡ് ചൂസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ? ഇല്ല, റിഗ്രറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം നമുക്ക് ക്ലാസ്സസ് ഒക്കെ ആണെങ്കിലും ഓക്കെയാണ്. ഓക്കെയാണ്. താങ്ക് യു.